ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പനീർ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നത് എന്നൊന്ന് കാണാം. പനീർ കറിയല്ല കേട്ടോ, പനീർ പനീർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് 3.25 ലിറ്റർ പാലാണ്. പാലെടുത്തിട്ട് ഇതിന് ആവശ്യമുള്ളത് വേറെ ഒന്നും വേണ്ട, 1/4 കപ്പ് വിനീഗർ, അത് മാത്രം മതി. ചിലര് വിനീഗറിൽ കുറച്ച് സമം വിനീഗറും വെള്ളവും കൂടെ ചേർത്ത് ഒഴിക്കാറുണ്ട്. ഞാൻ വിനീഗർ മാത്രമാണ് ചേർക്കുന്നത്, രണ്ടും ആകാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ പാല് തിളച്ച ശേഷം മാത്രമേ വിനീഗർ ഒഴിക്കാവൂ. പാലിന്റെ കൂടെ വിനീഗർ ഒഴിക്കരുത്. നല്ലോണം തിളച്ച് കുമിളകൾ ഇങ്ങനെ വരുമ്പോൾ വിനീഗർ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് പാലൊഴിക്കാം. അപ്പോൾ പാൽ ഏകദേശം കംപ്ലീറ്റ് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു. പാലൊഴിച്ചു കഴിഞ്ഞു. ഇനി ഈ പാല് നല്ല തിളച്ച ശേഷം വിനീഗർ ഒഴിച്ചിട്ട് അത് ഓഫ് ചെയ്തിട്ട്, ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം വിനീഗർ ഒഴിക്കാൻ. പിന്നെ പാലെന്ന് പറഞ്ഞത് പശുവിൻ പാലാണ്, സോയാ മിൽക്കൊന്നും അല്ല, പശുവിൻ പാലാണ്. പാലിത നല്ലവണ്ണം വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഉടൻ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ആക്കിയിട്ട് വിനീഗർ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം പിരിയുന്നുണ്ട്, കണ്ടല്ലോ, നന്നായിട്ട് പാല് പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ പിരിഞ്ഞ പാലിനെ നമുക്ക് അരിച്ചെടുക്കാം. ഇതിനെ അരിച്ചെടുക്കുകയാണ്. അരിച്ചെടുത്തതില് തൊട്ട് പച്ചവെള്ളം, നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് എന്തിനാണ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ വിനീഗറിന്റെ സ്മെല്ലുണ്ടെങ്കിൽ പോകാനാണ് ഈ പച്ചവെള്ളം ഒഴിക്കുന്നത്. അരിച്ചെടുത്ത വെള്ളം നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഭയങ്കര ഗുണമുള്ള വെള്ളമാണ്. ഇതിനെ കളയരുത്. ഫ്രിഡ്ജിൽ, തണുത്ത ശേഷം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ഇപ്പൊ ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോഴ ഇത് ഉപയോഗിക്കാം, പരിപ്പ് വേവിക്കുമ്പോഴ ഇത് ഉപയോഗിക്കാം. അങ്ങനെ എന്തിനും നമുക്ക് പച്ചവെള്ളം യൂസ് ചെയ്യുന്നതിന് പകരം ഈ വെള്ളം യൂസ് ചെയ്യാം. ഇത് വളരെ നല്ല വെള്ളമാണ്. പനീറിനെ ഇനി നമുക്ക് സെറ്റായിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു തുണി, ഇത് നമ്മൾ ഈ സാധനം മേടിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിലാണെങ്കിൽ ഒരു തോർത്തായാലും മതി. നല്ല തോർത്ത്, നമ്മൾ യൂസ് ചെയ്യാത്ത നല്ല തോർത്ത് വെച്ചിട്ട് ഇതിനെ ഇതിലോട്ടിങ്ങ് ഇടുക. അങ്ങനെ പനീർ മുഴുവൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് പനീർ മേക്കറാണ്. ഇങ്ങനെ പനീർ മേക്കർ ഇല്ലെങ്കിൽ വെറും തോർത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് ചപ്പാത്തി പലകയുടെ പുറത്ത് വെച്ചിട്ട് ഒരു വെയിറ്റും കൂടെ മുകളിൽ കൊടുത്താൽ മതി. ഞാൻ കട്ടിംഗ് ബോർഡോ എന്തെങ്കിലും താഴെ വെച്ചിട്ട് ചപ്പാത്തി പലക മാർബിളിൻ്റെ ഇതാണെങ്കിൽ അത് മേളിൽ വയ്ക്കും. അപ്പം നമുക്ക് ശരിക്കും സ്ക്വയർ ആയിട്ട് കിട്ടും. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പനീർ മേക്കർ ഉണ്ട്, അത് ഉള്ളത് കൊണ്ട് അതിനെ ഇങ്ങനെ ചെയ്യാം. ഇനി ഇതിനെ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇതിങ്ങനെ മേളിൽ വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു ബാർ പോലെ ഇരുന്നത് ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ വെച്ചിട്ട് നമുക്ക് സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി. ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം ഇതിങ്ങനെ ടൈറ്റായി അതിലെ വെള്ളം മുഴുവനും മറന്നു പോയിട്ട് നല്ല സ്ക്വയർ ആയിട്ടുള്ള പനീർ നമുക്ക് കിട്ടും. ഇത് ആമസോണിൽ മേടിക്കാൻ കിട്ടും. ആമസോണിൽ നിന്ന് മേടിക്കാം നമുക്കിത് ആവശ്യം ഉണ്ടെങ്കിൽ. പിന്നെ ഇതിൻ്റെ ആവശ്യം വേണമെന്നൊന്നുമില്ല. ഞാൻ നാട്ടിൽ അങ്ങനെ ചെയ്യാറൊന്നുമില്ല. ഞാൻ വെറുതെ ഇങ്ങനെ വെച്ചിട്ടാണ് തന്നെയാണ്. ശരിക്കും ഇത്രയും പാലിന് നമുക്ക് 1/2 കിലോ പനീർ കിട്ടും. ശരിക്കും 1/2 കിലോ പനീർ കിട്ടും. അങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പനീറിന് കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റും മണവും ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ, നല്ല ടൈറ്റായി വരുന്നത്. ടൈറ്റ് ആകുന്ന അനുസരിച്ച് താഴെ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കും. കണ്ടോ, വെള്ളം ഇറങ്ങുന്നുണ്ടോ? ഇത് നമുക്കിനി പറ്റാണ്ട് വരുമ്പോൾ നിർത്താം. 3 മണിക്കൂർ ഞങ്ങൾ ഇങ്ങനെ അതിന് സെറ്റ് ആകാനായിട്ട് വെച്ചു. 3 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം പനീർ എങ്ങനെയാണ്, ശരിയായോ എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. പനീർ ശരിയായിട്ടുണ്ടല്ലോ. കണ്ടില്ലേ? ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.
അങ്ങനെ കട്ട് ചെയ്യാണ്. സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് നമുക്കിത് എടുക്കാം. കണ്ട, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീർ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും സോഫ്റ്റും ആയിട്ടുള്ള പനീർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്ത് ഈസിയാണ് അല്ലേ. ബൈ.